അങ്ങനെ മാറി വർത്തമാനം പറയുന്നൊരു തോന്നൽ വന്നുകൊണ്ടാണ്. കാരണം നമ്മൾ തെളിയിക്കുന്ന ഒരു മമ്മൂക്കയുടെ പേര് വരെ പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നുണയാന്ന് തെളിയിക്കാൻ നമുക്കൊരു അവസരം വേണ്ടേ? അപ്പോൾ നമ്മളോട് പലരും ഇപ്പം പറയുമ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്തത് എന്താണ്, സ്ത്രീയാണെന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് പ്രതികരിക്കാത്തത്. ഞങ്ങൾക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത്. സ്ത്രീയാണ് അല്ല പറയണ്ട, എൻ്റെ വീട്ടിൽ പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ഫ്രണ്ട്സ് പറയുന്നു ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഇത് കേട്ട് മടുത്തു. പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് നുണയാണ്. എല്ലാം ഒന്നല്ല രണ്ടല്ല 3 കാര്യങ്ങൾ നുണയാണെന്നല്ല, എല്ലാം നുണയാണ് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെയും കൂടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ മമ്മൂക്കയുടെ പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സിനിമക്കാർക്കിടയിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊക്കെ വ്യക്തിയൊക്കെ അങ്ങനെ ഒരു വലിയൊരു വ്യക്തിയെ കൂടെ ഇതിലേക്ക് വലിച്ചഴിച്ചു എന്നുള്ളൊരു തോന്നൽ. അതുമായിട്ട് യാതൊരു ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. മമ്മൂക്കയുടെ പേര് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഒരു വിഷയം വരുമ്പോൾ ഇനി അത് മമ്മൂക്ക പറഞ്ഞില്ല എന്നുള്ള സെക്കൻഡറി ഒരു കാര്യം വരുമ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ മേലെ, ഇങ്ങനെ വിചാരിക്കാൻ മേലെ, അത് പോട്ടെന്ന് വെക്കാൻ മേലെ. ഇതൊരു സ്വാഭാവികമാണ്. ബിക്കോസ് ഞാനൊരു നോർമൽ മനുഷ്യനാണ്, ഞാനൊക്കെ അങ്ങനെ സംസാരിക്കും. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതികളെ കുറിച്ചേ ഉള്ളൂ എനിക്കറിയാവുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ചിന്തിക്കാനും അറിയാവുള്ളൂ. അതുകൊണ്ട് ഞാനെന്ന മനുഷ്യൻ സംസാരിക്കും, എനിക്ക് മറ്റുള്ളവരെ അറിയത്തില്ല. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണ്, ആള് മത്സരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതൊരു ബൈലോ എന്ന് പറയുന്നത് 10-30 വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു ബൈലോയാണ്. അല്ല, ഞങ്ങളാരും അല്ല മത്സരിക്കരുതെന്ന് പറഞ്ഞത്, ബൈലോയാണ് മത്സരിക്കരുതെന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ ഞങ്ങളാ തീരുമാനിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം മതിയായിരുന്നല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു പ്രസൻസിന്റെ ആവശ്യമേ ഇല്ലായിരുന്നല്ലോ. അങ്ങനെയല്ല അതാണ് തെറ്റ്. അതായത് ഈ 9 സിനിമ ചെയ്തത് പാർട്ട്ണർഷിപ്പിലാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ബാനറാണ്. ഫെലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല അവിടുത്തെ മെമ്പർ, മാജിക് ഫ്രെയിംസ് ആണ്. മാജിക് ഫ്രെയിംസ് എത്ര പടങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊരു പ്രൊപ്പറേറ്റർ ഇതായിട്ട് ഞാൻ മാത്രമാണ് അതിൻ്റെ അതോറിറ്റി. ഫ്രൈഡേ ഫിലിംസിനെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പാണ്. അതിൻ്റെ അകത്ത് 2 പേരാണ് പ്രൊഡ്യൂസേഴ്സ്, വിജയ് ബാബുവും സാന്ദ്ര തോമസും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് 2016 മുതൽ 2024 വരെ സാന്ദ്ര വോട്ട് ചെയ്യാത്ത? എവിടെ ഇലക്ഷൻ നടന്നില്ലേ? അപ്പോഴൊന്നും ചെയ്യാത്ത വോട്ടിങ്ങിൻ്റെ ഒരു കാര്യം എന്തിനാണ് ഇപ്പോൾ ഒന്നും ചെയ്യുന്നത്? അപ്പോൾ സാന്ദ്ര തോമസിൻ്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. സാന്ദ്ര പറയുന്ന ഒരു ഗൂഢാലോചനയൊന്നുമില്ല, അവർ മത്സരിക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന്, അതായത് സാന്ദ്ര തോമസിന് അറിയാമായിരുന്നല്ലോ ഇത് മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് പോയതാണ്. റിട്ടേണിംഗ് ഓഫീസർ അപ്പോൾ പറഞ്ഞതാണ് മത്സരിക്കാൻ പറ്റില്ല, കാരണം ഇന്നതാന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി. പറഞ്ഞു മനസ്സിലാവും. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ല, എന്താണ് പറ്റിയത്?